അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഇഫ്ഷാവ് സുന്നയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ബറാഅത്ത് നമ്മിലേക്ക് ആഗതമാവുകയാണ്. ബറാഅത്ത് ദിവസം വിശുദ്ധമായ ഷഅബാനിലെ വളരെ പവിത്രമായ ഒരു ദിവസമാണ്. ഷഅബാൻ 15-ൻ്റെ രാവ്, അഥവാ അതിന് നമ്മളൊക്കെ ബറാഅത്തിൻ്റെ ദിവസം എന്ന് പറയും. മുസ്ലിം ലോകം അങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തുന്നത്. ലോകത്ത് വളരെ പ്രസിദ്ധമായ, മുസ്ലിങ്ങൾക്കിടയിൽ വളരെ പ്രസിദ്ധമായ ഒരു ദിവസമാണ്, ശ്രേഷ്ഠമായൊരു ദിവസമാണ് ബറാഅത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത്. ഈ ബറാഅത്തിൻ്റെ ദിവസത്തിൻ്റെ 5 പ്രത്യേകതകളാണ് ഞാനിന്ന് വിശദീകരിക്കുന്നത്. 5 പ്രത്യേകതകളല്ല, ഒരുപാട് പ്രത്യേകതകൾ അതിനുണ്ട്. എങ്കിലും മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞ 5 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. റാസി ഇമാം പറഞ്ഞു, ആദിഹിൽ ലൈല മുഖ്തസത്തുൻ ബി 5 ഖിസാൽ. ഈ രാത്രി 5 കാര്യങ്ങൾ കൊണ്ട് പ്രത്യേകമാണ്. അല്ലവ്വല്, ഒന്നാമത്തേത് തഫരീഖു കുല്ലി അംരിൻ ഹക്കീമിൻ ഫീഹ. ആ രാത്രിയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കും. എല്ലാ കാര്യങ്ങളെയും, ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും, ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുന്നത് ആ ദിവസമാണ്, ആ രാത്രിയിലാണ് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതിന് ഉപോത്ബലകമായി അദ്ദേഹം ഒരു ആയത്ത് മോദി, ഫീഹ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം. ആ ദിവസത്തിൽ എല്ലാ കാര്യങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിക്കും എന്ന ആശയം വരുന്ന ആയത്താണത്. അപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് ബറാഅത്തിൻ്റെ രാത്രി എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. കൂട്ടത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് തുടർന്നുള്ള കാര്യങ്ങളിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വസാനിയ, രണ്ടാമത്തെ കാര്യം, ഫളീലത്തുൽ ഇബാദത്തി ഫീഹ. ആ ദിവസത്തിൽ ഇബാദത്തിന് ഒരുപാട് ഫളീലത്തുണ്ട്. ഇബാദത്ത് ചെയ്യുന്നത് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന രാത്രിയാണത്. അതുകൊണ്ട് ഫളീലത്ത് ഒരുപാട്, ഇബാദത്തുകൾക്ക് ഫളീലത്ത് ഒരുപാടുണ്ട് ആ ദിവസത്തിൽ എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതിന് ഉപോത്ബലകമായി അദ്ദേഹം ഒരു ഹദീസും ചേർക്കുന്നുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല, വളരെ ചുരുക്കി പറയാം. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുകയാണ്, അൽ ഹസ്ലത്തു സാലിസ നുസൂലുർ റഹ്മ. അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുന്ന രാത്രിയാണത്. അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവതരിക്കുന്ന രാത്രിയാണത്. എന്നിട്ട് ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഒരു ഹദീസും അദ്ദേഹം ചേർത്ത് കൊടുക്കുന്നു. ഇന്നല്ലാഹ യർഹമു ഉമ്മത്തി ഫി ഹാദിഹിൽ ലൈല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ രാത്രിയിൽ എൻ്റെ ഉമ്മത്തിന് കാരുണ്യം ചെയ്യും. ബി അദദി ഷാരി അനാമി ബനി കൽബ്. കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമങ്ങൾ കണക്കെ. കൽബ് ഗോത്രത്തിന് അന്ന് ഏറ്റവും കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്ന കൽബ് ഗോത്രത്തിനാണ്. ആ ഗോത്രത്തിൻ്റെ ആടുകളുടെ രോമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ആടിന് തന്നെ ലക്ഷോപലക്ഷം രോമങ്ങളുണ്ടാകും. അത്രയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കരുണ ചെയ്യും. ആ കരുണ ചെയ്യുന്ന ദിവസമാണ് ബറാഅത്തിൻ്റെ ദിവസം എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. റാസി ഇമാം പറയുന്നു, വൽ ഹസലത്തു റാബിയ. നാലാമത്തെ കാര്യം ഹസൂലുൽ മഗ്ഫിറ. പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ദിവസമാണത്. മഗ്ഫിറത്ത് പെട്ടെന്ന് ലഭിക്കുന്ന ദിവസമാണ്. നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ദിവസമാണത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉപോത്ബലകമായി ഒരു ഹദീസ് ചേർക്കുന്നു. ഇന്നല്ലാഹ തആല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു തആല യഗ്ഫിറു ലി ജമീഇൽ മുസ്ലിമീന ഫീ തിൽക്കൽ ലൈല. ആ രാത്രിയിൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കും. ചില ആളുകൾക്കൊക്കെ, ആരെല്ലാമാണ് ആ ചില ആളുകൾ? ഇല്ലാലി കാഹിനിൻ, ഒന്ന് ജ്യോത്സ്യന്മാർ, ജ്യോത്സ്യപ്പണി എടുക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല. ഔ മുഷാഹിൻ, അല്ലെങ്കിൽ പരസ്പരം തർക്കിച്ച് പരസ്പരം കലഹത്തിൽ നിൽക്കുന്ന ആളുകൾ. ഔ മുതുമിനി ഹംറിൻ, അല്ലെങ്കിൽ കള്ള് പോലത്തെ ലഹരി വസ്തുക്കൾക്ക് അടിമകളായ ആളുകൾ. ഔ ആയക്കിൽ വാലിദീൻ, അല്ലെങ്കിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ. ഔ മുസിറുൻ അലസിന, അതുപോലെ തന്നെ വ്യഭിചാരത്തിൻ്റെ മേലിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, വ്യഭിചരിച്ചു കൊണ്ടേയിരിക്കുന്ന, അതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങാത്ത, ആ തെറ്റിൽ എപ്പോഴും സ്ഥിരമായി നിൽക്കുന്ന ആളുകളാണവർ. അവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുകയില്ല. എന്നിട്ട് റാസി ഇമാം പറയുന്നു, വൽ ഹസലത്തുൽ ഖാമിസ. അഞ്ചാമത്തെ കാര്യം, അന്നഹു തആല അഅത റസൂലഹു ഫി ഹാദിഹിൽ ലൈല തമാമ ഷഫാഅ. ഈ രാത്രിയിലാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ പൂർണ്ണമായ ശഫാഅത്തിനുള്ള അധികാരം നൽകിയത്, പൂർണ്ണമായ ശഫാഅത്ത് നൽകിയത് ഈ രാത്രിയിലാണ്. ഇങ്ങനെ 5 പ്രത്യേകതകളാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ നൽകിയിട്ടുള്ളത്. ഇതുപോലെ ധാരാളം പ്രത്യേകതകളുള്ള, ധാരാളം സവിശേഷതകളുള്ള ഒരു ദിവസമാണ് ബറാഅത്തിൻ്റെ ദിവസം. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം മുൻകാല ഉമ്മത്തുകൾക്ക് ഒരുപാട് ആയുസ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുണ്ട്. ആ ആയുസ്സിൽ അവർക്ക് ധാരാളം നന്മകൾ ചെയ്യാമായിരുന്നു, അവർക്ക് ധാരാളം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാമായിരുന്നു. പക്ഷേ നമുക്ക് വളരെ തുച്ഛമായിരിക്കുന്ന ജീവിതമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അമാർ ഉമ്മത്തി മാബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മുൻകാല ഉമ്മത്തുകളൊക്കെ 1000 വർഷവും 900 വർഷവും 800-ഉം 500-ഉം ഒക്കെ വർഷങ്ങൾ ജീവിച്ച ആളുകളുണ്ടായിരുന്നു, സമുദായങ്ങളുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ വളരെ തുച്ഛമായ ആയുസ്സേ നൽകിയിട്ടുള്ളൂ, ആപേക്ഷികമായിട്ട് മുമ്പത്തെ ഉമ്മത്തുകളെ അപേക്ഷിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ തുച്ഛമായ ആയുസ്സിൻ്റെ ഇടയിൽ എന്നാൽ മുൻഗാമികൾക്കില്ലാത്ത പല പ്രത്യേകതകളും പല സവിശേഷ ദിവസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ദിവസങ്ങളിൽ പുണ്യപ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ മുൻഗാമികളായ ഉമ്മത്ത് ചെയ്ത അവരുടെ നന്മയെ മറികടക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ദിവസങ്ങൾ വരുമ്പോൾ ഈ ദിവസങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. വേറെ ഏത് ദിവസങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിയാലും ഇത്തരം പുണ്യ ദിവസങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ഒരു വർഷത്തിൽ ഒരു ദിവസം വരുന്നതാണ് ബറാഅത്ത്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യാനുള്ള അവസരങ്ങൾ, ദിവസങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാനുള്ള കാരണം അതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.